കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ മോശയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞാൻ ജോഷുവയെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, നിൻ്റെ നാമത്തിൽ അപ്പോസ്തലന്മാരെപ്പോലെ കൈ ഉയർത്തുന്നു. കർത്താവേ, അനേകം മക്കൾ നിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നു. കർത്താവേ, അനേകം മക്കൾ ഇപ്പോഴും നിൻ്റെ നാമത്തിൽ വിശ്വസിച്ചുകൊണ്ട് അവരുടെ ശരീരത്തിൻ്റെ വ്യത്യസ്തമായ ഇടങ്ങളിൽ കൈവച്ചിരിക്കുന്നു. കർത്താവെ, കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോഴേ കിടന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. കർത്താവ് ഇപ്പോൾ ഷുഗർ രോഗികളുണ്ട്. കർത്താവ് പ്രാർത്ഥിക്കുന്നവരെ, മൂത്രം പോകാത്തവരുണ്ട്. കർത്താവ്, മൂത്രം കട്ടിയായി പോകുന്നവരും മൂത്രം മഞ്ഞയായി പോകുന്നവരുണ്ട്. ഈശോയെ, അവരെല്ലാം സ്പർശിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോയെ, കർത്താവെ, മുടി കൊഴിയുന്നവരെ, ശരീരത്തിലെ കർത്താവ് വ്യത്യസ്തമായ പാടുകൾ വരുന്നവരെ, കുരുക്കൾ വരുന്നവരെ, കഴിക്കുന്ന മരുന്നിൻ്റെ റിയാക്ഷൻസ് ഉണ്ടാകുന്നവർ പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ചെറിയ ഗർഭപാത്രമുള്ളവർ, കുഞ്ഞു ഗർഭപാത്രമുള്ളവരെ, അത് കാരണം മക്കൾ ഉണ്ടാവാത്തവർ അടിവരെ കൈവച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈശോയെ, ബലൂണിനെ പോലെ അത് വീർപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, അതിലേക്ക് കുഞ്ഞുങ്ങളെ അങ്ങ് നിക്ഷേപിച്ചു കൊടുക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവെ, യേശു ക്രിസ്തുവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വത്രം ചെയ്യുന്ന കർത്താവെ, മദ്യപാന ആസക്തികൾ, ലഹരിയുടെ ആസക്തികൾ, ജീവിതത്തിൻ്റെ മറ്റു തരത്തിലുള്ള ആസക്തികളിൽ നിന്ന് കർത്താവെ അങ്ങയുടെ വിശുദ്ധമായ രക്തം തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, തളിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. തുറക്കപ്പെടേണ്ട പറഞ്ഞ കർത്താവെ, ചേട്ടനെ ചെവി തുറന്ന പോലെ കർത്താവ്, ശരീരത്തിൻ്റെ ഓരോ കുരുക്കുകൾ, കെട്ടുകൾ, യേശു ക്രിസ്തു ഉന്നതമായ എത്ര മാരക രോഗങ്ങൾ, തീരാവ്യാധികൾ, ക്യാൻസർ രോഗങ്ങൾ, കർത്താവ് ഇന്ന് ക്യാൻസർ 4ാം സ്റ്റേജ് കർത്താവെ, യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തെ പ്രാർത്ഥിച്ചപ്പോൾ സൗഖ്യപ്പെട്ട കർത്താവെ, അവർ വിശ്വാസം സ്വീകരിച്ചത് കർത്താവെ ഞങ്ങൾ സാക്ഷ്യമെന്ന് കേട്ട കർത്താവെ, അതുപോലെ അനേകം മക്കൾ കർത്താവ് തീ പാർന്ന പോലെ യേശു ക്രിസ്തുവിൻ്റെ വിശുദ്ധ രക്തം കർത്താവെ അവരിലേക്ക് തളിക്കപ്പെടാൻ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ അഗ്നി കർത്താവെ, പരിശുദ്ധാത്മാവിൻ്റെ അഗ്നി കർത്താവെ മക്കളിലേക്ക് കർത്താവെ അഭിഷേകം പ്രാർത്ഥിക്കുന്നു. അസ്ഥികളിലുണ്ടാകുന്ന രോഗങ്ങൾ, പേശികളുണ്ടാകുന്ന രോഗങ്ങൾ, കർത്താവ് പേശികളുണ്ടാകുന്ന രോഗങ്ങൾ, കർത്താവ് കോവിഡ് ബാധിച്ച് കിടക്കുന്നവരെ, ഒമിക്രോൺ ബാധിച്ച് കിടക്കുന്നവരെ, കർത്താവ് വ്യത്യസ്തമായ രോഗങ്ങൾ കർത്താവെ, ശാരീരിക പീഡ അനുഭവിക്കുന്നവരെ, ക്യാൻസർ രോഗികൾ, പ്രഷർ രോഗികൾ, ഷുഗർ രോഗികളെ, വിട്ടുമാറാ തലവേദന ഉള്ളവരെ, തൊണ്ടവേദന ഉള്ളവരെ, തൊണ്ടയ്ക്ക് അസുഖമുള്ളവർ കർത്താവെ, കർത്താവ് ശരീരത്തിൻ്റെ ഓരോ വിഷയങ്ങൾ കർത്താവ് വേദനപ്പെടുന്ന, ജോലിക്ക് പോകാൻ പറ്റാത്തവരെ, ജോലി ചെയ്യാൻ പറ്റാത്തവരെ, യേശുക്രിസ്തുവിൻ്റെതായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാള ദൈവശക്തിയാൽ അവരുടെ വിഷമതകൾ യേശു നാമത്തിൽ മാറിപ്പോണ്ട് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എൻ്റെ കർത്താവായ യേശുമിശിഹായേ, നിരുന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്ത് കർത്താവേ, അങ്ങേ ആശ്രയിച്ചുകൊണ്ടിരിക്കുന്നവരെ, കർത്താവ് പ്രാഥമികമായി അങ്ങേ അറിഞ്ഞവരെ, അറിഞ്ഞതിന് ശേഷം കർത്താവെ അങ്ങനെ വളരാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം കർത്താവെ അങ്ങ് വചനം കർത്താവെ എഴുന്നള്ളിച്ച് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ അവർക്ക് വചനം കൊടുക്കണമേ കർത്താവെ. ഈശോയെ പ്രിലിമിനറി വിശ്വാസത്തിലിരിക്കുന്നവരെല്ലാം നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിച്ചേ കർത്താവ്. അവരെ അനുഗ്രഹിക്കണം കർത്താവെ. സ്രാവരോഗികളെല്ലാം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. രക്തസാര രോഗികൾ, മൊത്തം വിട്ടുവിട്ട് പോകുന്നത്, മൊത്തം നിയന്ത്രണമില്ലാതെ പോകുന്നത്, മലം നിയന്ത്രണമില്ലാതെ പോകുന്നവരെ കർത്താവെ, പല സ്ഥലങ്ങളിൽ നിന്നും പഴുപ്പുകളും കർത്താവ്, ചെവികളിൽ നിന്ന് പഴുപ്പ് പോകുന്നവരെ, തൊണ്ടവേദന രോഗമുള്ളവർ കർത്താവ്, ശരീരത്തിൽ മുഴയുള്ളവരെ എല്ലാവരും നീ ആശ്രയിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഈശോ ജോലി ഇല്ലാത്തവർ, ജോലിക്ക് വേണ്ടി അന്വേഷിക്കുന്നവർ, ജോലിക്ക് വേണ്ടി പോകുന്നവർ, ജോലി കർത്താവ്, ജോലി സംബന്ധമായ വിഷയങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നവരെ, ഇൻ്റർവ്യൂ എഴുതുന്നവർ, നൈപുണ്യ പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, യോഗ്യതാ പരീക്ഷകളെല്ലാം എഴുതുന്നവർ കർത്താവ് അങ്ങ് സ്പർശിക്കണം പ്രാർത്ഥിക്കുന്നത്. ഇതിനെല്ലാം വേണ്ടി ഉടമ്പടി എടുത്തവരെ, ഉടമ്പടി എടുക്കാൻ പോകുന്നവർ കർത്താവ് അവരെല്ലാം സാക്ഷികളാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവ് സാമ്പത്തികമായ തകർച്ചകൾ, വരുമാന മാർഗമില്ലാത്തവരെ കർത്താവ്, വഴിയില്ലാത്തവർ, വീടില്ലാത്തവരെ കർത്താവ്, നടന്ന വഴികളിൽ എപ്പോഴും കലഹങ്ങളും സംഘർഷങ്ങളും സംഘട്ടനങ്ങളും ഉണ്ടായിട്ട് കർത്താവ്, കേസ് അകപ്പെട്ടിരിക്കുന്നവർ എല്ലാവരെയും വിടുവിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ജീവിത പങ്കാളി കർത്താവ്, കുടുംബത്തിലുള്ളവർ, വരുമാന മാർഗമുള്ളവർ കർത്താവ്, അകപ്പെട്ടു പോയിരിക്കുന്ന അവസ്ഥകളിൽ കർത്താവ്, കടം മേടിച്ച് കഴിയുന്ന കുടുംബങ്ങളെ നീ ഏറ്റെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. മക്കളെ കർത്താവ്, മക്കൾ ദൈവവിശ്വാസം കുറഞ്ഞു പോയവരെ, ദൈവവിശ്വാസം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നവരെ കർത്താവ് അവരെ ഏറ്റെടുക്കണം പ്രാർത്ഥിക്കുന്നു. വിവാഹ തടസ്സങ്ങളെ കർത്താവ് അവരെ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവ്. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചിട്ട് അടയാളത്തിൽ മാർഗ ജീവിത ദുരിതങ്ങൾ, തടസ്സങ്ങൾ യേശുവിൻ്റെ ഉന്നതമായ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട്ടെ. എല്ലാ പാപങ്ങളുടെയും അവസ്ഥ എന്താണ്? ഇന്ന് സുഖിപ്പിക്കുന്ന എല്ലാ പാപങ്ങളും നാളെ ദുഃഖിപ്പിക്കും. പ്രത്യേകിച്ച് മെച്ചവൊന്നും അലിയുന്നില്ല.
എന്ത് മെച്ചമുണ്ടത്? ബുദ്ധിയും ബോധമുള്ളതെന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തിൽ നിന്ന് എന്ത് മെച്ചമുണ്ടായി? എന്തിൽ നിന്ന് എന്ത് മെച്ചമുണ്ടായി? ഒരു മെച്ചം ഉണ്ടായില്ല. 85 കോടിക്ക് ക്രിസ്മസിന് കുടിച്ചു എന്ന് പറഞ്ഞു. കുടിക്കട്ടെ. അതായത് ഇത് കഴിയുമ്പോൾ, കുറച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ ജന്യമായ കുറേ രോഗങ്ങൾ കുടിക്കണ ചിലപ്പോൾ 5 മിനിറ്റ് കൊണ്ട് ആ ഒരു കിക്ക് പോയെന്ന് വരും, 1 മണിക്കൂർ കൊണ്ട്. പക്ഷേ രോഗങ്ങൾ വന്നാൽ ഒരു കൊല്ലം കൊണ്ടും മാറത്തില്ല. അപ്പോൾ പിന്നെ എന്താ ലാഭം ഇതിൻ്റെ അകത്ത്? ഒന്നും ലാഭമില്ല. ഇതിലൊന്നും ലാഭമില്ല. ഇതിനകത്ത് ഇൻവെസ്റ്റ് ചെയ്യരുതെന്നാണ് വചനം പറയണത്. അല്ലാതെ നമ്മളെന്തിൽ നിന്നും വിലക്കുകയില്ലേ. ഇതിൽ ഇൻവെസ്റ്റ് ചെയ്താൽ നാളെ നിനക്ക് പണി കിട്ടും, അതുകൊണ്ട് വേണ്ട പരിപാടിക്ക് പോകരുത് എന്ന് നമുക്കൊരു താക്കീത് നൽകണത് ദൈവസ്നേഹം തന്നെയാണ്. അച്ഛൻ പറഞ്ഞു വരണത്, ദൈവവചനം ചില സമയത്ത് നമ്മുടെ ജീവിതത്തിൽ വിരുദ്ധമായിട്ട്, ദൈവവചനത്തെ വിരുദ്ധമായിട്ട് ജീവിതത്തിൽ സംഭവിക്കും. അപ്പോൾ ചില ആൾക്കാർ ചിന്തിക്കും, ഞാൻ ഇത്രയും പ്രാർത്ഥിച്ചല്ലോ, എന്നിട്ട് എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചതെന്ന് നമ്മൾ ദൈവത്തോട് തർക്കിക്കും. പക്ഷേ ഈശോ പാപികളോട് എണ്ണപ്പെട്ടപ്പോഴേ ഒരു കാര്യം കൂടി അവിടെ ഉണ്ട്. എന്താണ്? അവൻ തർക്കിക്കുകയോ ബഹളം വെക്കുകയോ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഇപ്പം നമ്മൾ ഐസയ 53:7 വായിക്കുന്നില്ല, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. പ്രൈസ് ദി ലോർഡ്. ചില കാര്യങ്ങൾക്ക് മറുപടി ഉരിയാടാകാതിരിക്കുന്നതാണ്. അല്ല, നമ്മൾ അവിടെ വെച്ച് ദൈവം എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ എന്ന് ചോദിച്ചാൽ തീർന്ന്. നീ ഇങ്ങനെ ഏണിയും പാമ്പും കളിച്ച് 98 കൊണ്ട് വെച്ചിരിക്കുകയാണ്. ഏണിയും പാമ്പും കളിച്ച് അവിടെ വെച്ചാണ് ദൈവത്തോട് ഒരു തർക്കം നടത്തിയത്. തീർന്നതിൻ്റെ പരിപാടി. നേരെ പാമ്പ് വിഴുങ്ങിക്കൊണ്ട്, തർക്കത്തിൻ്റെ പാമ്പ് നിന്നെ വിഴുങ്ങിക്കൊണ്ട് വന്ന് 2 വെക്കും. തീർന്ന്. ആ കളി നിൻ്റെ എതിരാളി ജയിച്ചു. എതിരാളി എപ്പോഴും നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. എതിരാളിയെ, യാക്കോബിന് ഇരുട്ടത്ത് പ്രത്യക്ഷപ്പെട്ട എതിരാളിയെ യാക്കോബ് കണ്ടിട്ടില്ല. അട്ടിക്കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് അവൻ കയറി വട്ടം പിടിച്ചിട്ട് പറഞ്ഞു, ഐ നോ ഹൂ യു ആർ, എന്നെ ബ്ലസ് ചെയ്യാതെ പോകരുതെന്ന് പറയും. അവസാനമേ ദൈവമാണെന്ന് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അടി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, നമ്മൾ തർക്കവും ബഹളവും മൽപ്പിടുത്തമൊക്കെ നടക്കുന്ന സമയത്ത് അതാരാണെന്ന് അറിയത്തില്ല. നമുക്ക് അവസാനമാണ് അറിയത്തുള്ളത്. ഇതാദ്യമേ അറിയണം. അതിനാണ് പരിശുദ്ധാത്മാവിനെ വേണമെന്ന് പറയുന്നത്. മറിയം ആദ്യമേ അറിഞ്ഞ ആളാണ്. തന്നോട് മൽപ്പിടുത്തം നടത്തുന്ന ആൾ ആരാണെന്ന് അമ്മ ആദ്യമേ അറിഞ്ഞിട്ട് അമ്മ ഒരു കാര്യം ചെയ്തു. എന്താണ്? തർക്കിക്കാൻ പോയില്ല, ബഹളം ഉണ്ടാക്കാൻ പോയില്ല. യാക്കോബിൻ്റെ ഗോത്രത്തിൽ അവൻ അവൻ വലിയവനായിരിക്കും എന്നൊക്കെ പറഞ്ഞത്, ദാവീദിന് സിംഹാസനം അവൻ നൽകപ്പെടുമെന്ന് പറഞ്ഞതും, പക്ഷെ അനുഭവത്തിൽ വന്നിരിക്കുന്നത് എന്നിവിടെയാണ്, കാലിത്തൊഴുത്തിലാണ്. പെറ്റതറിയാൻ വന്നത് ആരാണ്? ഇടയന്മാരാണ്. ഇപ്പം വചനം 1, അല്ലെങ്കിൽ വചനത്തിലൂടെ നൽകുന്ന ഹോപ്പ്, അതായത് വചനത്തിലൂടെ നമുക്ക് നൽകുന്ന പ്രത്യാശ 1. പക്ഷേ ഇതൊന്നും ജീവിതത്തിൽ സംഭവിക്കണില്ല. ജീവിതത്തിൽ ഘടകവിരുദ്ധമായിട്ട് പ്രകൃതം പിടിച്ച മനുഷ്യർ ഇരുട്ടത്ത് വന്ന് മനുഷ്യനെ പേടിപ്പിക്കുമെന്ന്. ഇത്രയേ ഉള്ളൂ. ഞാൻ തന്നെ ഓർക്കിയിരുന്നേ, മിക്കവാറും ഔസേപ്പിതാവ് ഉണ്ണി എല്ലാ അമ്മയുണ്ട്. ഈ ഇരുട്ടത്ത് കൂടി ഈ പ്രാകൃതം പിടിച്ച മനുഷ്യർ ഇവർ സത്യമായിട്ടും പേടിച്ച് കാണാം. നമുക്ക് പേടിപ്പിക്കലാണ് വരണത് നമ്മുടെ ജീവിതാനുഭവത്തിൽ. അവൻ മഹാനായിരിക്കും എന്നൊക്കെ പറഞ്ഞെങ്കിലും അനുഭവത്തിൽ നമുക്ക് പ്രാകൃത മനുഷ്യരുടെ പേടിപ്പിക്കലാണ് കാണുന്നത്. പക്ഷേ ആട്ടിടയന്മാർ പോയി കഴിഞ്ഞപ്പോഴേ അമ്മ ആ വിഷയത്തിൽ തർക്കിക്കാൻ പോയില്ല. അവൻ തർക്കിച്ചില്ല. അമ്മ ആ വിഷയത്തിൽ ബഹളം ഉണ്ടാക്കാൻ പോയില്ല. അപ്പ എന്നോട് ഇങ്ങനെയല്ലല്ലോ പറഞ്ഞത്. എന്നോട് പറഞ്ഞത് ദാവീദിൻ്റെ സിംഹാസനം കൊടുക്കുമെന്ന് പറഞ്ഞ് രാജശിശുവാണെന്നല്ലേ പറഞ്ഞത്. എന്നിട്ട് ഈ പ്രാകൃത മനുഷ്യരെ രാത്രി വന്ന് എന്നെ പേടിപ്പിക്കണമല്ലോ ചെയ്തതെന്ന് ചോദിക്കും. അമ്മ തർക്കിക്കാൻ പോയില്ല. അമ്മ എന്ത് ചെയ്തു? ഹൃദയത്തിൽ സംഗ്രഹിച്ചു. അവൻ പാപികളുടെ കൂടെ എണ്ണപ്പെട്ടു എന്ന് പറയുമ്പോൾ യേശുവിൻ്റെ കൂടെ ആദ്യം എണ്ണപ്പെട്ടത് പരിശുദ്ധ അമ്മയാണ്. എങ്ങനെയാണ്? തർക്കിക്കാതെ, ബഹളമുണ്ടാക്കാതെ, ജീവിതവിരുദ്ധമായ
പ്രത്യാശയ്ക്കും അതുപോലെ തന്നെ വാഗ്ദാനങ്ങൾക്കും വിരുദ്ധമായിട്ടുള്ള ജീവിതാനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ 2:19 പറഞ്ഞു, അവളെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. പ്രാർത്ഥിക്കുക, അമ്മേ പരിശുദ്ധമ്മേ, ജീവിതത്തിൽ ഇതുപോലെ അനുഭവങ്ങളുടെ കാലാവസ്ഥ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ കർത്താവിനെ പോലെ പാപികളോട് എണ്ണപ്പെട്ട ഈശോയെ പോലെ തർക്കിക്കാതിരുന്ന ബഹളം വെക്കാതിരുന്ന ഈശോയെ പോലെ ഹൃദയത്തിലെ സംഗ്രഹിക്കാനുള്ള പരിശുദ്ധാത്മാവിന്റെ കൃപയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. ശ്രദ്ധിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പേര് ടിൻഡു സോജി. ഇതെൻ്റെ ഹസ്ബൻഡ് സോജി. ഇത് ഞങ്ങളുടെ മക്കൾ. ഞങ്ങൾ തുറവൂര് മരിയപുരം ഇടവകയിൽ നിന്ന് വരുന്നു. ഞാൻ ഉടമ്പടി എടുത്തത് 25/7/2022 ഞാൻ ആദ്യം ഉടമ്പടിയുടെ 90 ദിവസം മാത്രമുള്ള സമയത്ത് ഉടമ്പടിയിലായിരുന്നു. അന്ന് ഞാൻ 2 പ്രാവശ്യം സാക്ഷ്യം പറഞ്ഞിട്ടുള്ളതുമാണ്. ആ സമയത്ത് അച്ഛനെ കണ്ടപ്പോൾ എൻ്റെ വിവാഹം നടക്കാനായിട്ട് ഉടമ്പടിയിൽ നിയോഗം വയ്ക്കാൻ പറഞ്ഞിരുന്നു. അന്ന് ഞാൻ നിയോഗം വെച്ചിരുന്നു. ഞാൻ അതിനെപ്പറ്റി ആ നിയോഗം സഹായിക്കാൻ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. പിന്നെ ഞങ്ങളുടെ വിവാഹം 2018 നടന്നു. ആ വിവാഹം നടക്കുന്ന സമയത്തിന് മുമ്പ് തന്നെ എൻ്റെ ഹസ്ബൻഡ് ഉടമ്പടിയിലാണ്. അങ്ങനെ ഞങ്ങളുടെ ഉടമ്പടി ജീവിതം നന്നായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കല്യാണം കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയപ്പോൾ ഞാൻ ഈ മോളെ പ്രഗ്നൻ്റായി ആദ്യത്തെ സ്കാനിങ്ങിൽ 1.5 മാസത്തെ സ്കാനിങ്ങിൽ എൻ്റെ റൈറ്റ് ഓവറിയിൽ 7 സെൻറ്റിമീറ്റർ വലിപ്പമുള്ള സിസ്റ്റ് ഉണ്ടെന്ന് അന്നാണ് അറിഞ്ഞത്. അതിന് മുമ്പ് വരെ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടോ ഒന്നും തന്നെ ഇല്ലായിരുന്നു. അപ്പം ആ സ്കാൻ ചെയ്ത സമയത്ത് ചോദിക്കുകയും ചെയ്തത്, അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ പ്രഗ്നൻ്റ് ആയെന്ന് ചോദിക്കുകയും ചെയ്ത്. ഒന്നും അറിയാണ്ടാണ് പ്രഗ്നൻ്റ് ആയത്. അപ്പം ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചപ്പം ഗൈനക്കോളജിസ്റ്റ് പറഞ്ഞത്, ഈ പ്രഗ്നൻസി നമുക്ക് മുമ്പോട്ട് കൊണ്ടുപോകണോ ഇല്ലയെന്ന് അടുത്ത സ്കാനിങ്ങിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞ്. ആ പൊസിഷൻ ശരിയല്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അടുത്ത സ്കാനിങ് മൂന്നാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റ് 2.5 സെൻറ്റിമീറ്ററായി. അപ്പം ഞാൻ ഈ ഫസ്റ്റ് സ്കാനിങ് നടന്ന സമയത്ത് ഞാൻ ഈ മാതാവിനെ വന്ന് സ്കാനിങ് റിപ്പോർട്ടുമായിട്ട് വന്ന് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞു, മാതാവേ നീ തന്ന കുഞ്ഞാണ്, എനിക്കിതിനെ വേണം. പിന്നെ പെൺകുഞ്ഞാണെങ്കിൽ ഞാൻ അമ്മയുടെ പേരിടും. എപ്പോഴാണോ എനിക്കൊരു പെൺകുഞ്ഞിനെ തരുന്നത് അപ്പോഴായാലും ഞാൻ ഇതിൻ്റെ ഓർമ്മയ്ക്കാണ് പെൺകുഞ്ഞിന് അമ്മയുടെ പേരേ ഇടുകയുള്ളൂ എന്ന് പറഞ്ഞു. 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ എൻ്റെ ഓവറിയിൽ ആ സിസ്റ്റ് ഇല്ല എന്ന് 2ാമത്തെ ഡോക്ടറും കൂടി വന്ന് കൺഫേം ആക്കി. പക്ഷേ ഞാൻ ആ പ്രഗ്നൻസി അറിഞ്ഞ നാൾ മുതൽ എൻ്റെ വയറിൽ കിടക്കുന്നതിന് മുമ്പായിട്ട് കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരച്ചിട്ടാണ് ഞാൻ കിടന്നത്. അങ്ങനെ 5ാമത്തെ മാസത്തെ സ്കാനിങ്ങിൽ സിസ്റ്റ് ഇല്ല എന്നുള്ളൊരു സന്തോഷ വാർത്ത മാതാവ് തന്നു. അത് ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ അടുത്ത് നന്ദി പറഞ്ഞിട്ട് പോയി. പക്ഷേ പരീക്ഷണം തീർന്നില്ല. അടുത്ത മാസം 6ാം മാസം കഴിയാറായപ്പം വീണ്ടും എൻ്റെ നാവിലൊരു സിസ്റ്റ് രൂപപ്പെട്ടു. അതൊരു ചെറുനാരങ്ങയുടെ വലിപ്പമുള്ള നാവിനടിയിലാണ് സിസ്റ്റ് രൂപപ്പെട്ടത്. അതുമായിട്ട് ആ സിസ്റ്റ് വന്ന ദിവസം ഹസ്ബൻഡ് ഉടമ്പടി പുതുക്കാനായിട്ട് ഞങ്ങൾ 2 പേരും കൂടിയാണ് ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി ഉച്ച കഴിഞ്ഞ് ഗൈനക്കോളജിസ്റ്റിനെ ചെന്ന് കണ്ടപ്പം അപ്പോൾ പറഞ്ഞു, സിസ്റ്റ് തീർന്നില്ലേ, അടുത്ത നാവിലായോ എന്ന് ചോദിച്ചു. അപ്പോൾ വേദന തോന്നിയെങ്കിലും ഞങ്ങളുടെ 2 പേരും എന്നിട്ട് ഞങ്ങൾ നേരെ വണ്ടാനം സർജൻ്റെ അടുക്കലേക്കാണ് അന്ന് വൈകുന്നേരം വിട്ടത്. സർജനെ കൊണ്ട് കാണിച്ചപ്പോൾ സർജൻ പറഞ്ഞു, ഇപ്പോൾ 7ാം മാസം ആവാറായി, അപ്പോൾ അത് കാരണം നമുക്ക് നാളെ തന്നെ ഒരു ചെറിയ മൈനർ സർജറി ചെയ്തൊന്ന് ഓപ്പൺ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അത് അവിടുത്തെ വണ്ടാനത്ത് വെച്ച് മൈനർ സർജറി ചെയ്ത് അത് ഓപ്പൺ ചെയ്തിട്ടു. അപ്പോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞത്, ഇത് നമുക്ക് തയ്ക്കൊന്നും ചെയ്യേണ്ട, കാരണം ഈ സിസ്റ്റിൽ നിന്ന് എപ്പോഴും വെള്ളം വന്നുകൊണ്ടിരിക്കും. അതാണ് നീ എപ്പോഴും ബ്രഷ് ചെയ്യുമ്പോഴോ വാഷ് ചെയ്യുമ്പോഴോ അതിൽ നിന്ന് വെള്ളം ഞെക്കി കളയണം. അത് നമുക്ക് എന്തെങ്കിലും ഇനി നിനക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡെലിവറി കഴിയാണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മെഡിസിൻ എടുക്കാനും പറ്റില്ല. ഇപ്പം തൽക്കാലത്തേക്കുള്ള മുറിവിനായിട്ടുള്ള ഒരു ഇത് മാത്രമേ തരുന്നുള്ളൂ. പക്ഷേ മുറിവ് ഉണങ്ങാൻ സാധ്യതയില്ല എന്ന് ഡോക്ടർ കംപ്ലീറ്റ് ആയിട്ട് ഉറപ്പ് പറഞ്ഞിരുന്നു. ഞാനപ്പം ഇവിടെ ആ സർജറി കഴിഞ്ഞിട്ട് ഞാൻ ഈ മാതാവിനെ വന്ന്
കണ്ടു. മാതാവിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു, മാതാവേ, എനിക്ക് തന്ന ഡെലിവറി ഡേറ്റ് ജൂൺ 6 അതുവരെ എനിക്കൊരു യാതൊരുവിധ കുഴപ്പവും ഉണ്ടാവരുത്. അതിനുശേഷം എന്ത് വന്നാലും ഞാൻ സഹിച്ചോളാം. എൻ്റെ കുഞ്ഞിൻ്റെ മുഖം എനിക്ക് നന്നായിട്ടൊന്ന് കാണണം. അപ്പോൾ അതുകൊണ്ട് ഒരു കുഴപ്പവും ഉണ്ടാവില്ല. കാരണം എനിക്ക് ഈ സിസ്റ്റ് വന്നിട്ട് പെയിനോ ഒന്നും ഉണ്ടായില്ല. സംസാരിക്കുമ്പോൾ ഉള്ള ബുദ്ധിമുട്ട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഈ സിസ്റ്റ് രൂപപ്പെട്ട അന്ന് തൊട്ട് ഈ വയറിൽ കുരിശ് വരയ്ക്കുന്ന അതേ സമയം തന്നെ ഞാൻ നാവിലും വിശ്വാസ പ്രമാണം ചൊല്ലി കുരിശ് വരയ്ക്കാൻ തുടങ്ങി. എൻ്റെ ഡെലിവറി മംഗളകരമായിട്ട്, അതായത് ഞാൻ മാതാവിനടുത്ത് പ്രാർത്ഥിച്ചിരുന്നു, മെയ് മാസം എനിക്ക് കുഞ്ഞിനെ മതി, ജൂണിലേക്ക് കയറല്ലേ എന്ന് പ്രാർത്ഥിച്ചിരുന്നു. മെയ് മാസം 26-ാം തീയതി എനിക്കൊരു പെൺകുഞ്ഞിനെ തന്ന് മാതാവ് അനുഗ്രഹിച്ചു. പക്ഷേ ഞാൻ ഈ വായിലെ സിസ്റ്റ് എല്ലാ ദിവസവും നോർമലായിട്ട് വെള്ളം കളയാൻ നിൽക്കുന്നതിന് വേണ്ടിയിട്ട് ജൂൺ 6-ാം തീയതി രാവിലെ ഞാൻ ഇതേപോലെ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നോക്കിയപ്പോൾ എൻ്റെ ആ മുറിവ് കൂടി നിൽക്കുകയാണ്. വെള്ളം ഞെക്കാനായിട്ടുള്ള ഒരു ചെറിയ പൊസിഷൻ പോലും ഇല്ലാതെ ആ ജൂൺ 6 മാതാവ് വാക്ക് പാലിച്ചു. ഇത് കഴിഞ്ഞ് കുഞ്ഞിൻ്റെ മാമോദീസ കഴിഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടി ഇവിടെ മാതാവിൻ്റെ അടുത്ത് വന്നിരുന്നു. മാതാവിൻ്റെ അടുത്ത് വന്ന് കണ്ടിട്ട് യാദൃശ്ചികമായിട്ട് ജോസഫ് അച്ഛനെ കാണാനായിട്ട് മാതാവ് ഇട തന്നു. അപ്പോൾ ജോസഫ് അച്ഛൻ്റെ അടുത്ത് ഞങ്ങളൊന്ന് വൈകുന്നേരം അച്ഛൻ്റെ അടുത്ത് ഈ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് അച്ഛൻ്റെ മുമ്പിൽ മുട്ടുകുത്തിയപ്പം അച്ഛൻ ഞങ്ങളുടെ 3 പേരുടെയും തലയിൽ കൈതൊട്ടിട്ട് അച്ഛൻ പറഞ്ഞു, ഇനിയൊരു അനുഗ്രഹം കൂടി നിങ്ങൾക്ക് കിട്ടാനുണ്ട്, അതും കൂടി കിട്ടിക്കഴിഞ്ഞപ്പോൾ നിങ്ങൾ വന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. അത് ഞങ്ങൾ മറന്നുപോയി. കുഞ്ഞിന് ഇവൾക്ക് 8 മാസം പ്രായമാകാറായപ്പോൾ ഞാൻ വീണ്ടും പ്രഗ്നൻ്റായി. അത് കൊറോണയുടെ പീക്ക് ടൈം, നല്ല ടൈം വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത ആ ഒരു ടൈമിനാണ്. ആ സമയത്തും ഈ 8 മാസം പ്രായമുള്ള കുഞ്ഞ് ആ ഒരു ഇതും എല്ലാമായിട്ട് മാതാവ് ഒരു കുഴപ്പമോ വെച്ചാൽ ഡോക്ടറിനെ കാണാൻ പോകാനോ എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും വെച്ചാൽ ആദ്യത്തെ പ്രഗ്നൻസിയിലുണ്ടായ യാതൊരുവിധ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാതെ എനിക്ക് എൻ്റെ രണ്ടാമത്തെ കുഞ്ഞിനെയും കൂടി സുഖപ്രസവത്തോടുകൂടി ലഭിച്ചു. ആൺകുഞ്ഞിനെ ലഭിച്ചു. അങ്ങനെ മൂത്തവൾക്ക് ഐറിൻ മരിയ എന്നും ഇളയാൾക്ക് നോഹ ക്രിസ്റ്റി എന്നും പേര് നൽകി. ആ സമയത്ത് ഞങ്ങൾ ഉടമ്പടിയിലായിരുന്നു. കൊറോണ വന്നതിന് ശേഷം ഉടമ്പടി പുതുക്കാനായിട്ടൊന്നും സാധിച്ചില്ല. അതിനുശേഷം പിന്നെ ഞാൻ വന്ന് ഉടമ്പടി എടുത്ത് ഞങ്ങൾ 2 പേരും കൂടി ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നു. ആ ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർക്ക് 2 പേർക്കും ഒരു അലർജി രോഗം പിടിപെട്ടു. ദേഹം മൊത്തം ചൊറിച്ചിൽ, അതായത് മുഖത്തിന് താഴെ നിന്ന് ഉള്ളംകാല് വരെ ചൊറിച്ചിൽ, ദേഹം പൊങ്ങുകയും ചെയ്യുന്നു. ഭയങ്കര കുഞ്ഞു പിള്ളേർ രാത്രി ഉറക്കമില്ലാണ്ട് കരച്ചിലാണ്. 1 മണിക്കൂർ 1.5 മണിക്കൂർ ഉറങ്ങും, അല്ലാണ്ട് ഉറങ്ങുന്നില്ല. എത്ര ഡോക്ടർമാരെ കാണിച്ചിട്ടും ഒരു കുറവുമില്ല. എത്രയോ ഡോക്ടേഴ്സിനെ മാറി കാണിച്ച് ലാസ്റ്റ് ഈ കുഞ്ഞിൻ്റെ ദേഹത്തു നിന്ന് ചിരണ്ടി നമുക്ക് ടെസ്റ്റിന് അയക്കാമെന്ന് വരെ പറഞ്ഞു. ആ ചൊറിച്ചിൽ അതേപോലത്തെ ചൊറിച്ചില്ല, സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചില്ല. അപ്പം ഞാൻ മാതാവിൻ്റെ അടുത്ത് ലാസ്റ്റ് വെച്ച് പറഞ്ഞു, മാതാവേ, ഇനി ഞങ്ങളൊരു ഡോക്ടറിനെ കൂടി കാണാൻ പോവുക. നിൻ്റെ ഉടമ്പടി തൈലം നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക. എനിക്കിതിന് മറുപടി വേണം. ഈ 2 കുഞ്ഞുങ്ങളുടെ അലർജി അസുഖം മാറ്റി നീ തരണേന്ന് മാതാവിനെ വന്ന് കണ്ട് പറഞ്ഞിട്ടാണ് അടുത്ത ഡോക്ടറിനെ കാണാൻ പോയത്. പക്ഷേ ആ ഡോക്ടറിനെ ചെന്ന് കണ്ടപ്പോൾ ആ ഡോക്ടർ എന്താണോ ഈ കുഞ്ഞുങ്ങളുടെ അസുഖത്തിന് കാരണമായ അലർജി എന്താണെന്നും ആ ഡോക്ടറിൻ്റെ മരുന്ന് കഴിക്കാൻ തുടങ്ങിയതോടുകൂടി അതുക്ക് മുമ്പ് വരെ ഞാൻ ഉടമ്പടി തൈലം തൂക്കാണ്ടാണ് ഡോക്ടറിൻ്റെ അടുത്ത് പോയിരുന്നത്. ഈ ഡോക്ടറിൻ്റെ അടുത്ത് പോയ സമയത്ത് ഉടമ്പടി തൈലത്തിൻ്റെ ആ ഒരു സംരക്ഷണത്തോടു കൂടി പോയതിന് ശേഷമാണ് ഈ ഒരു ഇത് കിട്ടിയത്. അത് കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മക്കൾ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് മാറി 1.5 മാസം കൊണ്ട് തന്നെ. എല്ലാവരും ഫുഡ് കഴിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഒന്നും കഴിക്കാൻ പറ്റാണ്ട് ഒരു ഡോക്ടറും ചിലപ്പോൾ ഇന്നത് കഴിക്കാൻ പാടില്ല അങ്ങനെയായിരുന്നു. പക്ഷേ ആ മാതാവിൻ്റെ സംരക്ഷണം വിളിച്ചുകൊണ്ട് പോയ സമയത്ത് ആ ഡോക്ടറിൻ്റെ കൂടെ മാതാവിനെ നമ്മൾ കണ്ടുകൊണ്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് ഇനി യാതൊരുവിധ പ്രശ്നവുമില്ല, ഫുഡ് കഴിച്ചോളാനായിട്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ പൂർണ്ണ സൗഖ്യമുള്ളവരായിട്ട് നിൽക്കുന്നു. പിന്നെ ഞാൻ ജനിച്ചു വളർന്ന വീട് പുതിയതായിട്ട് പണിയാനായിട്ട് ഞാനിവിടെ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചിരുന്നു. അത് പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ടായിട്ടും ആ വീട് പണി നന്നായിട്ട്, അത് 8 മാസം കൊണ്ട് തന്നെ വീട് പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ വീടിൻ്റെ പ്ലാൻ മാതാവിനെ കൊണ്ടുവന്ന് കാണിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഈ മാതാവിൻ്റെ തിരുമണ്ണ് അവിടെ കൊണ്ടുപോയി ആ കല്ലിടുന്ന സമയത്ത് എടുത്ത് പ്രാർത്ഥിച്ച ശേഷമാണ് ആ വീട് പണി തുടങ്ങിയിട്ട് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഇല്ലാതെ പൈസയുടെ ബുദ്ധിമുട്ടോ ഒന്നും അറിയാണ്ട് മാതാവ് ആ വീട് പണി 8 മാസം കൊണ്ട് പൂർത്തിയാക്കി തന്നു. വീട് പണി പൂർത്തിയാകുന്നതിന് മുമ്പ് എൻ്റെ അമ്മയ്ക്കൊരു നന്നായിട്ട് വീണിരുന്നു റോഡിൽ. ആ വീഴ്ച കണ്ടു കഴിഞ്ഞാൽ ഒത്തിരി ഫ്രാക്ചർ ഉണ്ടാകേണ്ടതാണ്. പക്ഷേ ശ്വാസകോശത്തിലെ ഒരു ചെറിയ ചതവ് മാത്രമേ ഉണ്ടായുള്ളൂ. അത് കുറച്ച് ദിവസത്തെ റെസ്റ്റോട് കൂടി, അതായത് ആ സ്കാനിങ് റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ എൻ്റെ അമ്മയെ ചെന്ന് കണ്ട് നെഞ്ചിൽ വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി തൈലം തൂത്ത് കുരിശ് വരച്ചിരുന്നു. പക്ഷേ എൻ്റെ അമ്മ കുറച്ച് ദിവസത്തെ റെസ്റ്റോട് കൂടി ആ
കയറി താമസത്തിൻ്റെ അന്ന് അമ്മ എല്ലാ കാര്യവും ഓടി നടന്ന് ചെയ്തു. പിന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ അനിയൻ്റെ വിവാഹമാണ്. എൻ്റെ അനിയനും ഓൾറെഡി ഉടമ്പടിയിലാണ്. അവൻ ഒരു 4-5 വർഷമായിട്ട് ഉടമ്പടി ജീവിതം നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ്റെ കല്യാണം ഫിക്സ് ചെയ്ത സമയത്ത് എല്ലാ സംരക്ഷണത്തിനും വേണ്ടിയിട്ടാണ് ഞാൻ മാതാവിൻ്റെ അടുത്ത് നിയോഗം വെച്ചത്. യാതൊരുവിധ അപകടങ്ങളോ വന്നവർക്കോ പോണവർക്കോ അവൻ്റെ കല്യാണമായിട്ട് റിലേറ്റ് ചെയ്ത് ആരൊക്കെ എന്തൊക്കെ ചെയ്താലും അത് യാതൊരുവിധ അപകടം ഉണ്ടാവരുതേ എന്ന് പറഞ്ഞാണ് ഞാൻ നിയോഗം വെച്ചിരുന്നത്. അവന് കല്യാണത്തിന് 5 ദിവസം മുമ്പ് NH ഹൈവേ വെച്ച് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി. ആ ആക്സിഡൻറ്റ് അവൻ ഹൈവേ സൈഡിൽ നടുക്ക് തന്നെയാണ് വീണത്. പക്ഷേ അവൻ്റെ കൂടെ എപ്പോഴും ഉടമ്പടി കാശ് രൂപമുണ്ട്. ആ കാശ് രൂപത്തിൻ്റെ പ്രൊട്ടക്ഷൻ അവനിലുണ്ട്. അത് കാരണം മുഖത്ത് ചെറിയൊരു സ്ക്രാച്ച് അല്ലാതെ അവന് യാതൊരുവിധ അപകടവും ഒന്നും തന്നെ ഉണ്ടായില്ല. പിന്നെ ഞാൻ 5ാമത്തെ പുതുക്കലിന് വന്നപ്പോൾ ഇവിടെ ദിവ്യകാരുണ്യ ആരാധന ചാപ്പലിൽ വെച്ച് എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായി. പിന്നെ ഞാൻ കൊന്തം ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് കിടന്നുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് അറിയാണ്ട് ഞാൻ മയങ്ങുമല്ല, ബോധമുണ്ട്. ആ സമയത്ത് ഞാനൊരു ദർശനം കാണുകയാണ്. നമ്മൾ കാശ് രൂപത്തിൽ കാണുന്ന ആ മാതാവിൻ്റെ അത്രയും ഭാഗം, പിന്നെ തുടർന്ന് കാണുന്നത് എൻ്റെയും അത്രയും ഭാഗമാണ്. പക്ഷേ അതിൻ്റെ ദർശനത്തിൻ്റെ എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. എന്നെയും മാതാവിനെയും കാണിച്ചു എനിക്കൊന്നും മനസ്സിലായില്ല. കുറേ നാളുകൾക്ക് ശേഷം ഞാൻ എപ്പോഴും മാതാവിനോട് ചോദിക്കും എന്താണ് ആ കണ്ടതിൻ്റെ അർത്ഥമെന്ന്. കുറേ നാളുകൾക്ക് ശേഷം മാതാവ് കാണിച്ചു തന്നു. ഞാനും നീയുമായി ചേർന്ന് എൻ്റെ മകനോട് ചേർന്ന ഉടമ്പടിയാണ്. ആ ഉടമ്പടി ജീവിതം വിശ്വസ്തതാപൂർവം പൂർത്തിയാക്കാനുള്ള കൃപയ്ക്കാണ് നീ പ്രാർത്ഥിക്കേണ്ടത് എന്നുള്ളൊരു ഇത് പറഞ്ഞു വന്നു മാതാവ്. പിന്നെ ബൈബിൾ വായന നന്നായി മുന്നോട്ട് കൊണ്ടുപോകുന്നു. കാരുണ്യ പ്രവൃത്തി ഞങ്ങളുടെ വീടിനടുത്തൊരു ഓൾഡ് ഏജ് ഹോമുണ്ട്. അവിടെ ഞാൻ ചെന്ന് അവരെ കുളിപ്പിച്ച് കൊടുക്കുകയും അവരുടെ നഖം വെട്ടിക്കൊടുക്കുകയൊക്കെ ചെയ്യും. പിന്നെ ഞങ്ങൾ രണ്ടുപേരും ചേർന്ന് അവർക്ക് ഫുഡ് ഉണ്ടാക്കി കൊടുക്കുന്നു. പിന്നെ ഞങ്ങളുടെ അടുത്ത് വന്ന് ആരൊക്കെ സഹായത്തിനായിട്ട് പൈസയായിട്ടും ഞങ്ങളായിട്ടും ചെയ്തു കൊടുക്കേണ്ട സഹായത്തിന് ആരൊക്കെ ഞങ്ങളുടെ കൂടെ ഞങ്ങളുടെ മുന്നിൽ വരുന്നോ അവരെ എല്ലാവരെയും അറിഞ്ഞ് സഹായിക്കുന്നുണ്ട്. ഇത്രയെല്ലാം തന്ന ഞങ്ങളുടെ മാതാവിന്, ഞങ്ങളെ പൊന്നുപോലെ കാക്കുന്ന മാതാവിന് 1000 നന്ദി. 2 ആഴ്ച കൂടിയുള്ള കുമ്പസാരം. എനിക്ക് എല്ലാ ദിവസത്തുള്ള ദിവ്യബലിയിൽ പങ്കാളിത്തം കുറഞ്ഞു പോയ സമയമുണ്ട്. അത് ഞാൻ മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ട്. 2 ആഴ്ച കൂടിയുള്ള കുമ്പസാരത്തിലോ യാതൊന്നിലും ഞാൻ മുടക്കം വരുത്തിയിട്ടില്ല. ഇത്രയും നാൾ ഞാൻ വന്ന് പറയാതിരുന്നതിന്, ഈ തന്ന അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും സാക്ഷ്യം പറയാതിരുന്നതിന് മാതാവിനോട് മാപ്പ് അപേക്ഷിച്ചുകൊണ്ട് 1000 നന്ദി പറഞ്ഞുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. വിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും കോടാനുകോടി നന്ദി അർപ്പിച്ചുകൊണ്ട്. പേര് ഷാജിമോൾ ലൂക്കോസ്. ഞാൻ വരുന്നത് കാസർഗോഡ് ജില്ലയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുത്തത് 2023 ഒക്ടോബർ മാസം 10-ാം തീയതിയാണ്. എനിക്ക് പരിശുദ്ധ അമ്മ വഴി ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. 1-ാമത്തെ ഉടമ്പടിയിൽ തന്നെ ഞങ്ങളുടെ കിണർ കുഴിച്ചിട്ട് 11 അടിയിൽ വെള്ളം കിട്ടുമെന്നായിരുന്നു. 13 അടിയായിട്ടും കിണറ്റിൽ വെള്ളം കിട്ടുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ വിഷമിച്ച് ഉടമ്പടി എടുത്തു. ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി 2 ദിവസത്തിനുള്ളിൽ തന്നെ കിണറ്റ് വെള്ളം കിട്ടുകയും കിണറ്റ് വെള്ളം കിട്ടുന്നതായിട്ടൊരു ദർശനം കണ്ടു. ഒരു കുട്ടയിൽ നിറയെ വെള്ളം കവിഞ്ഞൊഴുകുന്നത് പോലെ കാണപ്പെടുകയും കിണറ്റിൽ 2 ദിവസത്തിനുള്ളിൽ തന്നെ ധാരാളം വെള്ളം കിട്ടുകയും ചെയ്തു. മഴക്കാലത്ത് ദർശനം കണ്ടത് പ്രകാരം കിണർ കവിഞ്ഞൊഴുകുകയും ചെയ്തു. ആദ്യത്തെ ഉടമ്പടിയിൽ തന്നെ വിശുദ്ധ നാട്ടിൽ പോകാനായ ഒരു ആഗ്രഹമുണ്ടായിരുന്നു വർഷങ്ങളായിട്ട്. അപ്പം പരിശുദ്ധ അമ്മയോട് ഉടമ്പടി വെച്ച് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി തടസ്സങ്ങളെല്ലാം നീങ്ങി ഞങ്ങൾക്ക് സമയത്ത് വിശുദ്ധ നാടിൽ തീർത്ഥാടനം നടത്തി വരാനുള്ള ഭാഗ്യം ലഭിച്ചു. പിന്നെ ഞങ്ങളുടെ വീട് പണി പൂർത്തീകരിക്കാതെ കിടന്ന സമയത്ത് 4-ാമത്തെ ഉടമ്പടിയിൽ വീട് പണി പൂർത്തിയാകാൻ മാതാവ് തന്നെ, പരിശുദ്ധ അമ്മ തന്നെ അവിടെ നിന്ന് അതിന് നേതൃത്വം നൽകുന്ന പോലെ പരിശുദ്ധ അമ്മ നിൽക്കുന്നതായിട്ടൊരു ദർശനം കണ്ടു. അതോടുകൂടി എല്ലാ പണിയും പെട്ടെന്ന് തന്നെ പൂർത്തീകരിക്കപ്പെടുകയും ഞങ്ങൾക്ക് ഈ മാസം തന്നെ കയറി താമസിക്കാനുള്ള അനുഗ്രഹം ലഭിക്കുകയും ചെയ്തു. ഉടമ്പടി കാശ് രൂപം തൈലം ഒക്കെ ഉപയോഗിച്ചത് മൂലം ധാരാളം അനുഗ്രഹങ്ങൾ ലഭിച്ചിട്ടുണ്ട്. കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാറുണ്ട്. ഉടമ്പടി പത്രം ലഭിക്കുന്നതെല്ലാം വീടുകളിൽ ഒന്നുപോലും മുടക്കാതെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. അതുപോലെ ആതുരാലയങ്ങളിൽ പറ്റുന്ന വിധത്തിലെല്ലാം സഹായിക്കാറുണ്ട്. ആത്മീയമായി ധാരാളം അനുഗ്രഹിക്കപ്പെട്ടു.
വിശുദ്ധ കുർബാന ഉടമ്പടി എടുത്ത സമയങ്ങളെല്ലാം വിശുദ്ധ കുർബാനയിൽ എല്ലാ ദിവസവും പോകാനുള്ള ഒരു താല്പര്യവും ആഗ്രഹവും പോകാനുള്ള കൃപയും ലഭിക്കുന്നുണ്ട്. അതേസമയം ഉടമ്പടിയുടെ ആ ദിവസങ്ങൾ കഴിയുമ്പോൾ 3 മാസം കഴിയുന്ന ആ സമയത്ത് പള്ളി പോകാനുള്ള മടി തുടങ്ങും. അപ്പം പെട്ടെന്ന് തന്നെ വന്ന് ഉടമ്പടി എടുക്കുകയും വീണ്ടും കൃത്യമായിട്ട് എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാനുള്ള അനുഗ്രഹം ലഭിക്കാറുണ്ട്. 2 ആഴ്ചയിലൊരിക്കലും കുമ്പസാരിക്കുകയും ആത്മീയമായി വളരാനുള്ള അനുഗ്രഹം പരിശുദ്ധ അമ്മയിലൂടെ ഈശോ ധാരാളമായി നൽകുന്നുണ്ട്. ബൈബിള് എല്ലാ ദിവസവും അരമണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതലൊക്കെ ആയിട്ട് വായിക്കാനുള്ള താല്പര്യവും ഈ സമയങ്ങളിൽ ലഭിക്കുന്നുണ്ട്. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ധാരാളം കൊടാനുകോടി നന്ദി പറഞ്ഞുകൊണ്ട്